യെസ്, സമയം കൃത്യം 8:56:18 അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ഈ നേരം ക്ലബ് FM സ്റ്റുഡിയോയിൽ എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നു. എന്റെ പേര് പവിത്രൻ. ഞാൻ കണ്ണൂര് ഫയർ സ്റ്റേഷൻ ഓഫീസറായിട്ട് നിലവിൽ ജോലി ചെയ്യുന്നു. വെരി ഗുഡ് മോർണിംഗ് സർ, ആൻഡ് വെൽക്കം ടു ക്ലബ് FM. ഗുഡ് മോർണിംഗ്. Welcome to Club FM. Nice to meet you. Nice to meet you. Welcome to Club FM. Nice to meet you. ഇപ്പം ഈ ഒരു മഴക്കാലത്തിൽ ഫയർഫോഴ്സ് ഏറ്റവും കൂടുതൽ ബിസി ആയിട്ടിരിക്കുന്നത് എന്ത് കാര്യത്തിലാണ്? നിലവില് ജലാശയ അപകടങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടാണ്, ഒന്നാമത് കുളം, അതുപോലെ പുഴ. അപ്പോൾ ഇങ്ങനത്തെ അപകടങ്ങളാണ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറയാറുള്ളത് കുട്ടികളൊക്കെ എല്ലാവരും നീന്തല്, ലൈഫ് സ്കില്ല്, എല്ലാവരും നീന്തൽ പഠിക്കണം. പിന്നെ നീന്തൽ പഠിച്ചിട്ടും കാര്യമില്ല, പല ജലാശയങ്ങളും വ്യത്യാസമാണ്. അപ്പോൾ നമ്മൾ നല്ല എക്സ്പെർട്ടാണ് പറഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയാലും അപകടത്തിൽ വരുന്നുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ മുതിർന്നവരുടെ നേതൃത്വത്തിൽ മാത്രമേ ഇതുപോലെ നീന്താനും മറ്റ് ജലാശയങ്ങൾ ഇറങ്ങാൻ പാടുള്ളൂ എന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. വേനലായി കഴിഞ്ഞാലോ? വേനലായിൽ കൂടുതലുണ്ടാവുന്ന അപകടങ്ങൾ തീ അപകടങ്ങളാണ്, കെട്ടിടങ്ങൾ കത്തുക, മറ്റു രീതിയിലുള്ള അപകടങ്ങളാണ്. അപ്പോൾ അത് നിലവിലുണ്ടാവുന്നുണ്ടെങ്കിൽ കൂടുതലുണ്ടാവുന്ന ആ സമയത്ത് നമ്മൾ ബിൽഡിങ്ങുകൾക്കെല്ലാം ഫയർ പ്രൊട്ടക്ഷൻ സിസ്റ്റംസ് കൊടുക്കുന്നുണ്ട്. അതൊക്കെ പരിശോധിക്കും, അങ്ങനെ അവർക്ക് ബോധവൽക്കരണം കൊടുക്കും. നിലവിൽ നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും, സ്കൂളുകളും കോളേജുകളിലും എല്ലാ പബ്ലിക് സ്പേസിലൊക്കെ നമ്മൾ ഇതിന്റെ അവയർനെസ് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ ഏത് ക്ലൈമറ്റിലും നമ്മൾ ബിസിയാണ്. ഉറപ്പാണ്, എല്ലാ സമയത്തും ബിസിയാണ്. നമുക്ക് എപ്പോഴും വിഷമം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ദുരന്തങ്ങളാണ് ഉണ്ടാവുന്നത്. നമ്മൾ ഇതിന്റെ അവയർനെസ് ഒക്കെ പറയുന്ന സമയത്ത് സാധാരണ പബ്ലിക് നമുക്കൊന്നും ഇത് ബാധിക്കില്ല എന്നാണ് പറയുന്നത്, നമ്മൾ അപകടത്തിൽ പെടില്ല എന്നുള്ളതാണ്. പക്ഷേ പല സമയങ്ങളിലും അങ്ങനെ ഒരു ചിന്തകൾ അവരിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അപകടത്തിൽ പെടുന്നുണ്ട്. അവരൊക്കെ സേഫ്റ്റി ഫസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഈ അപകടങ്ങൾ ഒഴിവാകും. പിന്നെ ഫയർ സിസ്റ്റം ഒക്കെ ബിൽഡിങ്ങുകളിലുണ്ട്, അതെല്ലാം പ്രോപ്പർ മെയിൻറ്റെയിൻസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു എക്സാക്ട് ഫയർ വരുന്ന സമയത്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി പറ്റാത്തത്. അപകടം വന്നാൽ കൈകാര്യം ചെയ്യുന്ന എല്ലാ ഫയർ സിസ്റ്റവും ഒരു ബിൽഡിംഗിൽ ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ അവർ റിന്യൂവൽ ചെയ്യുന്നില്ല. ബിൽഡിംഗിൽ റിന്യൂവൽ സർട്ടിഫിക്കറ്റ് ഫയർഫോഴ്സിന് എടുക്കാത്തതുകൊണ്ട് തന്നെ ആ ബിൽഡിങ്ങുകളിലും പലപ്പോഴും വളരെ കാലഹരണപ്പെട്ട് ഒരു അപകടം വന്നാൽ കൈകാര്യം ചെയ്യാത്ത സ്ഥിതിയിലാണ് ഉള്ളത്. ഒരു കോമൺ മാൻ ശരിക്കും ഒരു സേഫ്റ്റി ഫസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് അവനവന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവനവൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ലൈഫ് സ്കിൽ ഉണ്ടല്ലോ, നീന്താൻ അറിയുക, അതുപോലെ CPR കൊടുക്കാൻ അറിയുക, ഒരാൾ ചോക്കിംഗ് ആയാലും എങ്ങനെ കൈകാര്യം ചെയ്യുക, അങ്ങനെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഒരു വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ടും കൂടാതെ എല്ലാ മനുഷ്യരും അറിഞ്ഞിരിക്കണം. പല സമയങ്ങളിൽ നിങ്ങൾക്കറിയാം, ഒരു അപകടം റോഡിൽ നടന്നാൽ പോലും അവരെ കൈകാര്യം ചെയ്യുന്ന രീതി എപ്പോഴും നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. പലപ്പോഴും സ്പൈനൽ കോഡ് ഇഞ്ചുറി ഒക്കെ നല്ല രീതിയിൽ അവർക്ക് അനുഭവപ്പെടാൻ പ്രധാന കാരണം തന്നെ ഈ എടുക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ട ഒരു അപകടത്തിൽപ്പെട്ടവരെ അറിയില്ല. അപ്പൊ ആ രീതിയിലെ ബോധവൽക്കരണത്തിലൂടെ നമ്മൾ നേടിയെടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ അപകടങ്ങൾ ഉറപ്പായിട്ടും മാറും. ഒരു തീ അപകടമാണെങ്കിൽ അത് കൈകാര്യം ചെയ്യാൻ വേണ്ടി ഫയർ എക്സ്റ്റിങ്വിഷേഴ്സ് ഉണ്ട് എല്ലാ ബിൽഡിങ്ങുകളിലും, അത് യൂസ് ചെയ്യാൻ വേണ്ടി പഠിക്കണം. അത് യൂസ് ചെയ്താൽ തന്നെ നമുക്ക് പല രീതിയിൽ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണുമ്പോൾ കെട്ടിടങ്ങളിലെല്ലാം അപകടത്തിൽപ്പെടുന്ന പലരും ഒരു സേഫ്റ്റി ഹാർനസും ധരിക്കാതെയാണ് പണിയെടുക്കുന്നത്. അവരോട് പറയുമ്പോൾ അവർ കുറെ വർഷങ്ങളായിട്ട് നമ്മൾ ഈ എക്സ്പീരിയൻസ്ഡ് ആണ്, അതുകൊണ്ട് അപകടത്തിൽ പെടില്ല എന്നാണ് പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെ അപകടത്തിൽ പലരെയും നമ്മൾ പോയിട്ട് എടുക്കുന്നതും പല രീതിയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതും നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഇത് ബോധവൽക്കരണം നടത്താറുണ്ട് എല്ലാ സ്കൂളുകളിലും പൊതു സ്ഥലങ്ങളിലും. യെസ്, അപ്പൊ എന്തായാലും ഇന്ന് പവിത്രൻ സർ ക്ലബ് FM സ്റ്റുഡിയോയിലേക്ക് എത്താനുള്ള കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം പാലക്കാട് നടന്നിട്ടുള്ള അപകടം. ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം പെട്ടെന്ന് കത്തുകയാണ്. ഇതിപ്പോ നമ്മുടെ കേരളത്തില് എല്ലാ മാസവും ഓരോന്നെന്നുള്ളൊരു കണക്കിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. കുറച്ചു മുന്നേ നമ്മുടെ കണ്ണൂരിലും അങ്ങനെ ഒരു അപകടം നടന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ ആരും ഇത് മറന്നിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഓടുന്ന വാഹനങ്ങൾ കത്തുന്നു എന്ന് പറയുമ്പം നമ്മളെല്ലാവരും വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ് അല്ലെ, നമ്മൾ ഡ്രൈവ് ചെയ്യുന്നവരാണ്. ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ചധികം കാര്യങ്ങളുണ്ട്. അതിലേക്കാണ് ഇനി നമ്മൾ പോകാൻ പോണത്. സോ സ്റ്റേ ട്യൂൺഡ്. ദിസ് ഇസ് നമീന ഓൺ ക്ലബ് FM. സമയം കൃത്യം 9:45 ആൻഡ് ദിസ് ഇസ് നമീന ഓൺ ക്ലബ് FM 94.3. യെസ്, ഇന്നത്തെ ഈ ദിവസം ക്ലബ് FM സ്റ്റുഡിയോയിൽ എൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ കണ്ണൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ മിസ്റ്റർ പവിത്രനാണ്. Welcome to Club FM. Nice to meet you. Nice to meet you. Welcome to Club FM. Nice to meet you. സാർ എത്ര നാളായി ഇപ്പം ഫയർ സ്റ്റേഷനിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഫയർ സ്റ്റേഷൻ ഓഫീസറായിട്ട് 12 വർഷമായി. ഇപ്പോഴും നമ്മുടെ ഫയർ സ്റ്റേഷനുമായി കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ ആളുകൾ തെറ്റായിട്ട് പ്രവർത്തിക്കുന്ന കാണിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതെനിക്ക് പലപ്പോഴും തോന്നിയത് റോഡ് ആക്സിഡന്റിലാണ്. റോഡ് ആക്സിഡന്റ്